എന്റെ സ്വർണ്ണം എന്റെ അക്കൗണ്ടിൽ ഇരുന്നോട്ടെ, അതല്ലേ കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോ ഇത്രയും തിരക്ക് പിടിച്ചിട്ട് മാറ്റേണ്ട കാര്യം എന്താണ്? പിന്നെ എപ്പോഴേലും സാവകാശം മാറ്റിയ പോരെ? പിന്നെ നിന്റെ എന്റെ എന്നുള്ള വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മുടെ ഇടയ്ക്ക്. ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഈ പൈസന്റെ കാര്യത്തില് അച്ഛൻ മക്കൾ ഭാര്യ ഭർത്താവ് എന്ന ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല, കണക്കെപ്പോഴും കണക്കായിരിക്കണം എന്നുള്ളത്. ആ സ്വർണ്ണേ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്നതാ. അതിപ്പോ ഇപ്പോഴത്തെ വില നോക്കുകയാണെങ്കിൽ 80 പവനൊരു 10-60 ലക്ഷം രൂപ വരും. അങ്ങനെയല്ലേ നമ്മൾ കണക്ക് കൂട്ടിയത്. അപ്പൊ പിന്നെ 10-60 ലക്ഷം രൂപന്റെ മുതലൊക്കെ ഏട്ടന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് എനിക്കിങ്ങനെ ഇവിടെ കൂളായിട്ട് നിൽക്കാൻ പറ്റുക? അത് എന്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ, അതല്ലേ എന്റെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്. ഓ, അപ്പൊ ഇയാൾക്ക് എന്നെ വിശ്വാസമല്ലേ? എടോ, അന്ന് ഞാനങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു പോയെന്നുള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. പിന്നെ ഈ പൈസേന്റെ സ്വർണ്ണത്തിന്റെ കാര്യത്തിലേ വൈഫ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നിന്റെ ആണെങ്കിലും എന്റെ ആണെങ്കിലും നമ്മളെ നല്ലത്. അത് നീ അങ്ങനെ കാണാൻ പഠിക്കേ. എനിക്കും അങ്ങനെ കാണാൻ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് എന്റെ വീട്ടുകാരെന്ന സ്വർണ്ണം മുഴുവനും ഞാൻ ഒന്നും ചോദിക്കാണ്ട് ഏട്ടൻ പറഞ്ഞത് എടുത്തു തന്നത്. അതിപ്പോ ഏട്ടന്റെ ലോക്കറിൽ വെക്കണോ എന്റെ പേരിൽ വെക്കണോ അതൊന്നും എനിക്കൊരു വിഷയമല്ലായിരുന്നു. ഞാൻ അതിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഇതുവരെ. പക്ഷെ തിരിച്ച് എന്നോട് കാണിച്ചത് അങ്ങനെയല്ലല്ലോ. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ഈ പൈസന്റെയും സ്വർണത്തിന്റെയും കാര്യത്തില് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതിപ്പോ എന്റെ സ്വർണ്ണമാണെങ്കിലും ഏട്ടന്റെ സ്വർണ്ണമാണെങ്കിലും അത് നമ്മുടെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വീട് നിങ്ങളുടെ പേരിലല്ലേ ഉള്ളത്? അത് നമ്മളുടെ രണ്ടുപേരുടെയും പേരിലേക്ക് എഴുതി വെക്കാൻ പറ്റുമോ? നീ പറയുന്നത്? ഈ വീടേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. 40-45 ലക്ഷം രൂപ ഇറക്കിയ വീടാ ഇത്. ഇത് ഞാൻ നിന്റെ പേര് എഴുതി തരണോ? എന്തേ പറ്റില്ലേ? ഞാൻ ഈ വീട് എന്റെ പേരിലേക്ക് മൊത്തത്തിൽ എഴുതരാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ രണ്ടാളുടെ പേരിൽ എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പോലും നിങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 45 ലക്ഷത്തിന്റെ വീടല്ലേ ഇത്. അതുപോലെ ആ സ്വർണ്ണേ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. അത് നിങ്ങളുടെ ലോക്കറിൽ വെച്ചിട്ട് ആസ്വദിക്കാൻ വേണ്ടി തന്ന സ്വർണ്ണം അല്ല, എന്റെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടി തന്നതാ. അതുകൊണ്ടേ നാളെ തന്നെ അത് എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയേക്കും.